വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഫാൾസ് അബൌട്ട് ജെറ്റ് പമ്പ്സ്. ജെറ്റ് പമ്പ്സിനെ നോക്കിയിട്ട് ജെറ്റ് പമ്പ്സിന്റെ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഫാൾസ് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിക്കുന്നത്. ഇറ്റ് ഹാസ് നോ റെസിപ്രോക്കേറ്റിംഗ് പാർട്സ്. ഇറ്റ് ഹാസ് നോ റെസിപ്രോക്കേറ്റിംഗ് പാർട്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫാൾസ് ആയിട്ടുള്ളത്. അതേപോലെ ദ മോട്ടർ ആൻഡ് പമ്പ് കനോട്ട് ബി ഓഫ്സെറ്റ് ഫ്രം ദി വെൽ. ദെൻ അതേപോലെ തന്നെ സെക്ഷൻ പൈപ്പ് ഈസ് കണക്റ്റഡ് ടു ദി നോസിൽ ചേംബർ. ഓപ്ഷൻ ഡി പറയുന്നത് ഓൾ ആർ ഫാൾസ്, എല്ലാം തെറ്റാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ജെറ്റ് പമ്പ്സ്? നോർമലി നമ്മൾ കുറച്ച് മോട്ടോർ പുറത്തുണ്ടായിരിക്കും, സെൻട്രിഫ്യൂഗൽ പമ്പിൽ കുറച്ച് ഭാഗത്ത് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടില്ല, അങ്ങനെയുള്ള പമ്പ് അല്ലെ. അപ്പൊ നമ്മൾ ജെറ്റ് പമ്പ്സിന്റെ ഈ രണ്ടാമത്തെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഓഫ്സെറ്റ് ചെയ്ത് വെക്കുന്നത്, വെല്ലിൽ നിന്ന് ഓഫ്സെറ്റ് ചെയ്ത് വെക്കുന്നത് പമ്പും മോട്ടറും അല്ലെ. മോട്ടർ ആൻഡ് പമ്പ് കനോട്ട് ബി ഓഫ്സെറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, തെറ്റാണ്. ഇൻ ജെറ്റ് പമ്പ്സ് ദ മോട്ടർ ആൻഡ് പമ്പ് ക്യാൻ ലൊക്കേറ്റഡ് എവേ ഫ്രം ദി ഓഫ്സെറ്റ് ഫ്രം ദി വെല്ല്, സോ വിത്ത് ഓൺലി ദി ജെറ്റ് അസംബ്ലി പ്ലേസ്ഡ് ഇൻസൈഡ് ദി വെല്ല്. ജെറ്റ് അസംബ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എന്താ പറയാ വെല്ലിനകത്ത് വെക്കാൻ പറ്റും, മോട്ടോർ നമുക്ക് പുറത്ത് വെക്കാൻ പറ്റും. സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. കാരണം നമ്മളോട് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്.